ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 18-ാം തീയതി നമ്മുടെ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പൊ നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്, റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. റിവിഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അധികം വൈകാതെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ, തിയറി റിവിഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളംസ് എ ആൻഡ് ബി സ്യൂട്ടബിളി. എ എന്ന കോളവും ബി എന്ന കോളവും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. യെസ്, കാഥോഡ് റേസ് ആണ് അല്ലെ. കാഥോഡ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് പറയാം കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ചാർജുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ നെഗറ്റീവ് ചാർജിലേക്ക് മാച്ച് ചെയ്യാം. ഇനി അടുത്തത് കനാൽ റേസ്. അത് അവിടേക്ക് ഇവിടേക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കണം, അത് കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്, അതുപോലെ കനാൽ റേസ് എന്ന് പറയുന്നത് യെസ് പോസിറ്റീവ് ചാർജ് ആണ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആക്കി പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കനാൽ റേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് പഠിച്ചു വെച്ചോണം. അടുത്തത് ന്യൂട്രോൺ ആണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയ സയന്റിസ്റ്റ് ഏതാണ്, ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ആളാണ് അല്ലെ. അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുന്നത് ആരുമായിട്ട് മാച്ച് ചെയ്യണം, ജെയിംസ് ചാഡ്വിക്കുമായിട്ട് മാച്ച് ചെയ്യണം. ഇനി ഫൈനലി വരുന്നത് ആരാണ്, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്, റൂദർഫോർഡ് എന്ന് പറയുന്ന, ഏർണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ കാഥോഡ് റേസും കനാൽ റേസും ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐസോട്ടോപ്പ് ഓഫ് എൻ എലമെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ പ്രായം അല്ലെങ്കിൽ കാലപ്പഴക്കം കണ്ടെത്താനായിട്ട് ഒരു ഐസോട്ടോപ്പ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, വിച്ച് ഈസ് ദ ഐസോട്ടോപ്പ്? ഏത് ഐസോട്ടോപ്പ് ആണ് ഉപയോഗിക്കുക? യെസ്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതാണ്? C14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആണ് ഉപയോഗിക്കുക. ഈ C14 ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഇതുകൂടി നിങ്ങളുടെ മനസ്സിലൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ C14 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. അത് മാത്രമല്ല, ഫോസിലുകളുടെ കാലപ്പഴക്കം അല്ലെങ്കിൽ ഏജ് ഓഫ് ഫോസിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ C14, കാർബൺ 14 ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. യെസ്, വിച്ച് ആർ ദ അതർ ഐസോട്ടോപ്പ് ഓഫ് ദിസ് എലമെന്റ്? ഓക്കെ, ഈ പറഞ്ഞ കാർബണ് മറ്റ് ഐസോട്ടോപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? യെസ്, ഞാനിവിടെ എഴുതാം. ബി ക്വസ്റ്റിന്റെ ആൻസർ C12 എന്ന് പറഞ്ഞിട്ടൊരു ഐസോട്ടോപ്പ് ഉണ്ട്, അതുപോലെ C13 എന്ന് പറഞ്ഞിട്ടൊരു ഐസോട്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ച C14 എന്ന് പറഞ്ഞിട്ട് ഒരു ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പൊ കാർബണിന്റെ 3 ഐസോട്ടോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് നിങ്ങൾ. ഏതൊക്കെയാണ്? C12, C13, അതുപോലെ തന്നെ C14. ഓക്കെ, ഇവ എല്ലാത്തിന്റെയും ആറ്റോമിക് നമ്പർ സെയിം തന്നെയാണ്. ഓക്കെ, ആറ്റോമിക് നമ്പർ 6 ആണ്. ഇവിടെയും ആറ്റോമിക് നമ്പർ 6 ആണ്. ഇവിടെയും ആറ്റോമിക് നമ്പർ 6 തന്നെയാണ്. പക്ഷേ മക്കളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. ഇതിലെ ഐസോട്ടോപ്പിലെ ന്യൂട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എടാ മക്കളെ, നമ്മൾ ന്യൂട്രോൺ കാണാനായിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ന്യൂട്രോൺ കാണാനായിട്ട് എന്താ വേണ്ടത്? യെസ്, എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുക അല്ലെ. ഞാൻ ഷോർട്ട് കട്ട് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് കാർബൺ എടുക്കുന്ന സമയത്ത്, ഈ ഫസ്റ്റ് കാർബൺ എടുക്കുമ്പോൾ മാസ് നമ്പർ എത്രയാണ്? 12 ആണ് അല്ലെ. ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ 12 - 6 എത്ര കിട്ടും? യെസ്, 6 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ C12-നകത്തുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണെന്ന് നിങ്ങൾ തെറ്റാതെ പറയണം. ഓക്കെ, 6 ന്യൂട്രോൺസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതും കണ്ടുപിടിക്കാലോ. യെസ്, അടുത്തതിന്റെ ചെയ്യാൻ പറ്റും. 13 - 6 അല്ലെ, കാരണം മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ ഓർക്കണം. അപ്പോ 13 - 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ്? 7 ആണെന്ന് കിട്ടും. ഓക്കെ, യെസ്. ഇനി അടുത്തതും നമുക്ക് ചെയ്യാം. എത്രയാണ്? 14 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. C12, C13, C14 ഇതാണ് 3 കാർബണിന്റെ ഐസോട്ടോപ്പുകൾ. ഈ 3 ഐസോട്ടോപ്പിലെയും ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസമുണ്ട് കേട്ടോ. ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസമുണ്ട്. അത് 6, 7, 8 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാനും ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ പഠിച്ചു വെക്കാനും ഒരിക്കലും മറക്കരുത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ തിയറി ആണ്, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതാണ്. റൈറ്റ് ഇനി 3 കൺസെപ്റ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ബോർ ആറ്റം മോഡലിന്റെ കൺസെപ്റ്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഓക്കെ, ഇലക്ട്രോൺ എവിടെയാണ് കറങ്ങുന്നത്, റിവോൾവ് ചെയ്യുന്നത്? ഒരു ഓർബിറ്റിലാണ് കറങ്ങുന്നത്, അല്ലെ, ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ ഈ ഓർബിറ്റിനെല്ലാം എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്, അല്ലെ, എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ്, ഒരു നിശ്ചിതമായിട്ടുള്ള ഊർജ്ജം ഉണ്ട്. ഓക്കെ, ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അതുപോലെ ഇതിനെ നമ്മൾ എനർജി ലെവലുകൾ എന്നാണ് പറയാ. ഓക്കെ, ഈ പറഞ്ഞ ഓർബിറ്റുകൾക്കെല്ലാം എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഈ എനർജി ഉള്ളതിനെ നമ്മൾ എനർജി ലെവലുകൾ എന്ന് പറയും. ഓക്കെ, യെസ്. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നു ഈ എനർജി ലെവലുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഈ എനർജി മാറില്ല എന്ന് പറയുന്നു. ഓക്കെ, എനർജി ഡസ് നോട്ട് ചേഞ്ച് എന്നാണ് പറയുന്നത്. എനർജി ഡസ് നോട്ട് ചേഞ്ച്, അതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റേഷനറി എനർജി ലെവൽ. എന്താണ് സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന, അത്രേ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പൊ സ്റ്റേഷനറി എനർജി ലെവലാണ്. അതുപോലെ തന്നെ ഈ എനർജി ലെവലിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താടാ? ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. നമ്മൾ ബോർ മാതൃക ഒക്കെ വരച്ചതാണ്, അല്ലെ, ബോർ ആറ്റം മോഡല്. അതിൽ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതുപോലെ പല ഓർബിറ്റുകൾ ഉണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഈ ഏറ്റവും അറ്റത്തുള്ള ഓർബിറ്റിന് എന്താണ്? യെസ്, ദൂരം കൂടുതലാണ്, അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ദൂരം കൂടുമ്പോൾ എനർജിയും എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുമ്പോൾ, ഓർബിറ്റിന്റെ ദൂരം കൂടുമ്പോൾ എന്ത് കൂടും? എനർജി കൂടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ന്യൂക്ലിയസ് വരച്ചു. ഓക്കെ, ഇത് ഫസ്റ്റ് ഓർബിറ്റ്, ഇത് സെക്കൻഡ് ഓർബിറ്റ്, ഇത് തേർഡ് ഓർബിറ്റ്. ഏതിനായിരിക്കും എനർജി കൂടുതൽ? യെസ്, ഞാൻ ഏറ്റവും ലാസ്റ്റ് വരച്ച തേർഡ് ഓർബിറ്റിനായിരിക്കും എനർജി കൂടുതൽ. കാരണം അവിടെ ദൂരം കൂടിയതുകൊണ്ട് നമുക്ക് പറയാം അവിടെ എനർജി കൂടി എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് നമുക്ക് പറയാം, എനർജീസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ദ ഓർബിറ്റ് ഓഫ് ഹയർ എനർജി ടു ലോവർ എനർജി. അതായത് മക്കളെ, ഹയർ എനർജി ഉള്ള സാധനത്തിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? എനർജീനെ എമിറ്റ് ചെയ്യണം, അല്ലെ, എനർജീനെ കൊടുക്കണം. എടാ, മനസ്സിലാവാത്തവരുണ്ടാവും, ശ്രദ്ധിക്കുക. അതായത് ഒരു ഓർബിറ്റില് 500 എനർജി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവന് ലോവർ എനർജി ആയിട്ടുള്ള 200ലേക്ക് എത്തണം. ഓക്കെ, 200 എനർജിയിലേക്ക് എത്തണം. അപ്പൊ അവൻ എന്താ ചെയ്യുക? എനർജീനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക, അല്ലെ, എനർജീനെ കൊടുക്കുകയാണ് ചെയ്യുക, എമിറ്റ് ആണ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക, 500 എനർജി ഉണ്ടായിരുന്ന സാധനത്തിന് 200 എനർജിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനർജി എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം, എനർജി നഷ്ടപ്പെടുത്തണം. അതാണ് ഇവിടെ പറയുന്നത്, എനർജീസ് എമിറ്റഡ് വെൻ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ഹയർ എനർജി ടു ലോവർ എനർജി. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് ഇലക്ട്രോൺ എത്തണം എന്നുണ്ടെങ്കിൽ എനർജി എന്ത് ചെയ്യണം? നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്, എനർജീസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ലോവർ എനർജി ടു ഹയർ എനർജി. ലോവറിൽ നിന്ന് ഹയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനർജി കൂടുതലായിട്ട് കിട്ടണം, അല്ലെ, എനർജി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യണം, ആഗിരണം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യെസ്, ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോവുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്, അത് തിയറീസ് ആണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ഗിവൺ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും 4 പോയിന്റ് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പരീക്ഷയ്ക്ക് ഒരുപക്ഷെ 4 ചോദ്യങ്ങൾ, 4 കൺസെപ്റ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 3 കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു 4 കൺസെപ്റ്റ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഐസോട്ടോപ്പ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഐസോട്ടോപ്പ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്? യെസ്, നിങ്ങൾ പറഞ്ഞോളൂ. യെസ്, ഇവിടെ H11 ആണ്, അല്ലെ. H11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? യെസ്, പ്രോട്ടിയം എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആണ്, അല്ലെ, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. ഇനി അതുപോലെ H21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടീരിയാണ്. അതുപോലെ H31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ട്രിഷിയാണ്. ഈ ഐസോട്ടോപ്പുകളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനകത്ത് നമ്മുടെ അടുത്ത് ചോദ്യം വരാൻ സാധ്യത ന്യൂട്രോണുകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. ഓക്കെ, 0 ന്യൂട്രോൺ ആണെങ്കിൽ അതെന്തായിരിക്കും? യെസ്, പ്രോട്ടി ആയിരിക്കും. അതുപോലെ തന്നെ 1 ന്യൂട്രോൺ ആണെങ്കിൽ അത് ഡ്യൂട്ടീരി ആയിരിക്കും. അതുപോലെ തന്നെ 2 ന്യൂട്രോൺ ആണെങ്കിൽ അതെന്തായിരിക്കും? ട്രിഷി ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ന്യൂട്രോണുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഐസോട്ടോപ്പുകളെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് പഠിച്ചു വെച്ചോണം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളതാണ്. ദ മാസ് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 23. ഓക്കെ, ആൻഡ് ദ ആറ്റോമിക് നമ്പർ ഈസ് 11.
അപ്പൊ ഞാനൊരു എലമെന്റ് ഞാനിവിടെ വെറുതെ എടുക്കുകയാണ്. ഒരു എലമെന്റ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഈ ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ മാസ് നമ്പർ എത്രയാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ, മാസ് നമ്പർ എത്രയാണ്? 23 അപ്പൊ മാസ് നമ്പർ നമ്മൾ മുകളിലാണ് എഴുതുക. ഓക്കെ, മുകളിൽ 23 എഴുതി. അതുപോലെ ആറ്റോമിക് നമ്പർ 11 ഓക്കെ, താഴെ നമ്മൾ 11 എഴുതി. താഴെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എഴുതുക. ഇതില് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ. എടാ മക്കളെ, ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക നമ്പർ തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, എന്താണ്? ആറ്റോമിക നമ്പർ തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. തിയറി ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു തന്നതാണ്. ആറ്റോമിക നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം, ഇലക്ട്രോൺ തന്നെയാണ് പ്രോട്ടോണിന്റെയും എണ്ണം. അപ്പൊ ഇതെല്ലാം സെയിം ആയിരിക്കും. ആറ്റോമിക നമ്പർ 11 ആണെങ്കിൽ ഇലക്ട്രോൺ എന്തായിരിക്കും? 11 ആയിരിക്കും. പ്രോട്ടോൺ എന്തായിരിക്കും? 11 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എത്ര ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞോണം. എത്രയാണടാ ആറ്റോമിക് നമ്പർ? 11 അല്ലേ? അതുകൊണ്ട് ഇലക്ട്രോൺ എന്ത് തന്നെയാണ്? 11. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺ. പക്ഷെ ന്യൂട്രോണിന്റെ കേസ് വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ന്യൂട്രോൺ കാണാനായിട്ട് മാസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആറ്റോമിക നമ്പർ കുറയ്ക്കാണ് വേണ്ടത് അല്ലേ? മാസിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറയ്ക്കണം. ഇവിടെ എത്രയാണ് മാസ്? 23. എത്രയാണ് ആറ്റോമിക് നമ്പർ? 11. കുറച്ചോളൂ നിങ്ങൾ. യെസ്, സിമ്പിൾ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 23 മൈനസ് 11. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടും എത്രയാണ്? 12 ന്യൂട്രോണുകൾ എന്ന് കിട്ടും. അപ്പൊ തെറ്റിക്കരുത്. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ന്യൂട്രോണുകളാണ് ഈ ഒരു കേസിൽ നമുക്കുള്ളത്. ഓക്കെ, ഇപ്പൊ ന്യൂട്രോൺ 12. ഓക്കെ ആണല്ലോ. യെസ്, ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആറ്റോമിക നമ്പർ ഇസഡ് എന്ന് പറയുന്നത് 11 അല്ലേ? അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്താണ് വരിക? 2, 8, 1 അല്ലെ? 2, 8, 1. ഈ 2, 8, 1 എന്ന് പറയുന്നത് ആക്ച്വലി സോഡിയം ആണ് കേട്ടോ. ഓക്കെ, സോഡിയം. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സോഡിയം ആണ് 2, 8, 1 ആറ്റോമിക് നമ്പർ 11 വരുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ ഒക്കെ പഠിച്ചു വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം, അത് തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. ഓക്കെ, ഇനി ന്യൂട്രോൺ കാണാനായിട്ട് ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു വെക്കണം. മാസിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, 2, 8, 1 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിച്ചു തുടങ്ങിയില്ലടാ. 18-ാം തീയതി എക്സാം ആണ്. കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ദ ആറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഈസ് 15. ഓക്കെ, ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട് 15 ആണ്. അതുപോലെ മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട് 31. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഡ്രോ ദ ബോർ മോഡൽ. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബോർ മോഡലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും ഇവിടെ? സപ്പോസ് ഞാനൊരു എലമെന്റ് എടുക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് എടുത്തു. ഇത് നമ്മൾ സിമ്പിൾ റിയൽ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ സിമ്പിൾ എക്സ് എന്ന് എടുത്തു. എക്സിന്റെ ആറ്റോമിക് നമ്പർ 15 ആണ് എന്ന് പറഞ്ഞാൽ താഴെ എഴുതേണ്ടത് 15 ആണ്. ഓക്കെ, മാസ് നമ്പർ 31. മാസ് നമ്പർ മുകളിലാണ് എഴുതുക. അപ്പൊ മാസ് നമ്പർ 31 എന്ന് കിട്ടും. ഓക്കെ, 31 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരിക? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടും. എങ്ങനെയാണ് കിട്ടുക? യെസ്, ഇവിടെ ആറ്റോമിക് നമ്പർ ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ എന്ത് കിട്ടൂടാ? 2, 8, 5 എന്ന് കിട്ടും അല്ലെ? 2, 8, 5 എന്ന് കിട്ടും. ക്ലിയർ ആവാത്തവരുണ്ടോ? യെസ്, ഇങ്ങനെയാണ് ചെയ്യുക. ആറ്റോമിക് നമ്പർ 15 ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ 2, 8, 5 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഇത് വെച്ചിട്ട് ബോറാറ്റ മോഡൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോറാറ്റ മോഡൽ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കണക്കാക്കണം. ഏതൊക്കെ? പ്രോട്ടോണിന്റെ എണ്ണം കണക്കാക്കണം, ന്യൂട്രോണിന്റെ എണ്ണം കണക്കാക്കണം, അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം കണക്കാക്കണം, അതുപോലെ കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എത്ര പ്രോട്ടോൺ ഉണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞോ, എത്രയാണ് പ്രോട്ടോൺ? യെസ്, പ്രോട്ടോൺ എത്ര തന്നെയാണ്? 15 പ്രോട്ടോൺ ആണ് അല്ലെ? 15 പ്രോട്ടോൺ. കാരണം ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 15 ആണ്. അതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം എന്ത് തന്നെയായിരിക്കും? 15 ആയിരിക്കും. അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയായിരിക്കും? 15 ആയിരിക്കും. പക്ഷെ ന്യൂട്രോണിന്റെ എണ്ണം കാണാനായിട്ട് മാസിൽ നിന്ന് എന്ത് ചെയ്യണം? ആറ്റോമിക നമ്പർ കുറയ്ക്കണം അല്ലെ? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറയ്ക്കണം. അപ്പൊ ഇവിടെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ 31 ആണ്. ഓക്കെ, അതിൽ നിന്ന് ആറ്റോമിക് നമ്പർ ആയ 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, കുറച്ച് നോക്കിയാൽ മതി. കാരണം 15-ൽ നിന്ന് 15 കൂട്ടുമ്പോഴാണ് 30 കിട്ടുക. 30
പിന്നെ എത്തണമെന്നുണ്ടെങ്കിൽ 1 കൂട്ടണം. ഓക്കെ, അപ്പോൾ 16 നമുക്ക് കിട്ടുക. ഓക്കെ, യെസ്. അപ്പോൾ ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടി 16. ക്ലിയർ ആക്കി മനസ്സിലാക്കി എടുക്കണം. കാൽക്കുലേഷൻ ആണ്, ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ കിട്ടി, ഇലക്ട്രോൺ കിട്ടി, അതുപോലെ അതിന്റെ കോൺഫിഗറേഷൻ കിട്ടി, അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് വരയ്ക്കണം അല്ലെ. ആദ്യമേ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ന്യൂക്ലിയസ് വരച്ചു കൊടുക്കുക. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കൊടുക്കുക. എത്ര പ്രോട്ടോൺ ഉണ്ട്? 15 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ 15 പി എന്ന് കൊടുത്തു. എത്ര ന്യൂട്രോൺ ഉണ്ട്? 16 ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓർബിറ്റ് വരയ്ക്കുക. കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക, 2, 8, 5 ആണ്. അതിൽ ഫസ്റ്റ് ഓർബിറ്റ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ഇങ്ങനെയാണ് വരയ്ക്കുക. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കോമ്പസ് ഒക്കെ എടുത്ത് നല്ല വൃത്തിയിൽ വരയ്ക്കണം. ഞാനിവിടെ ഡിജിറ്റൽ വരയ്ക്കുന്നതുകൊണ്ടാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലപോലെ വരയ്ക്കുക. ഇനി അതിൽ ഫസ്റ്റ് ഷെല്ല് വരച്ചു, സെക്കൻഡ് ഷെല്ല് വരച്ചു, അതുപോലെ തന്നെ തേർഡ് ഷെല്ലും നമ്മൾ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്താണ് മക്കളെ ചെയ്യേണ്ടത്? 2, 8, 5 എന്ന് കൊടുക്കുക അല്ലെ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ എന്ത് കൊടുത്തു? 2 എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 1, 2. അടുത്ത ഷെല്ലിൽ 8 എണ്ണം കൊടുത്തു. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം കൊടുത്തു. അടുത്ത ഷെല്ലിൽ വീണ്ടും 5 എണ്ണം. ഓക്കെ, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞു തന്നിട്ടുള്ളത്. ചിലവർ എന്ത് ചെയ്യുന്നുണ്ടാവും? യെസ്, 2 എണ്ണം ഇങ്ങനെ അടുപ്പിച്ചൊക്കെ വരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരയ്ക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ 2, 8, 5 എന്നുള്ള കോൺഫിഗറേഷൻ കൃത്യമായിട്ട് കിട്ടണം. അത്രയേ ഉള്ളൂ നമ്മുടെ ബോർ ആറ്റം മോഡൽ. സിമ്പിൾ ആണല്ലോ. ഇതുപോലെയുള്ള ബോർ ആറ്റം മോഡലൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രദ്ധിക്കൂ. ദ ഹോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് എൻ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ. അതായത് പോസിറ്റീവ് ചാർജും, ശ്രദ്ധിക്കണേ, പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ ഫുൾ മാസും അടങ്ങിയിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. പ്രോട്ടോൺ അല്ല, ന്യൂട്രോൺ അല്ല, ഓർബിറ്റ് അല്ല, എവിടെയാണ്? യെസ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എവിടെയാണ്? ന്യൂക്ലിയസിലാണ് അല്ലെ. കാരണം നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? വെയിറ്റ് ഉള്ള പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് എവിടെയാന്ന് ചോദിച്ചാൽ, മാസ് എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? യെസ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം, അത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ, ദർ ആർ 3 ഐസോടോപ്സ് ഫോർ ഹൈഡ്രജൻ. അതായത് മക്കളെ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദ്യം. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കൂ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദർ ആർ 3 ഐസോടോപ്പ് ഫോർ ഹൈഡ്രജൻ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്, ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്. ഏതൊക്കെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലെ. H11, H21, H31. ഓക്കെ, യെസ്. അപ്പൊ 3 ഐസോടോപ്പ് ഉണ്ട്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത്, ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ട്രിഷ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എടാ മക്കളെ, തെറ്റാണ്. അത് ട്രിഷ്യം അല്ല. ഏതിന്റെയാണ്? ഡ്യൂട്ടീരിയാണ് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീരിയത്തിന്റെ ഐസോടോപ്പ് അല്ലെങ്കിൽ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ട്രിഷ്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വളരെ തെറ്റാണ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് C13 ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ഐസോടോപ്പ് ഓഫ് കാർബൺ. അത് തെറ്റല്ലേടാ. എടാ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്? C12 ആണല്ലോ. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കണം, C12ന്റെ കേസ്. അതുപോലെ തന്നെ ഐസോടോപ്പ് ഒരു കുറെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയഡിൻ 131 എന്നൊക്കെ പറഞ്ഞ, യുറാനിയം 235 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, യെസ്. അതുപോലെ കൊബാൾട്ട് 60 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ C13 അല്ല, പകരം എന്താണ്? C12 ആണ് കേട്ടോ. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവസാനത്തത് C14 ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ C14 ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി മുതൽ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം. ഒന്നെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് ശരി എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ആണ് കേട്ടോ കറക്റ്റ്. യെസ്, ക്ലിയർ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് പെട്ടെന്ന് നിങ്ങൾ മാച്ച് ചെയ്തോളൂ. യെസ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കണ്ടെത്തിയത്? ജെ തോംസൺ ആണ് അല്ലെ. ജെ തോംസൺ. അടുത്തത് ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ചാഡ്വിക് ആണ്. അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ഇതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് അല്ലെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം ശ്രദ്ധിക്കണം. മാച്ച് ദ ഫോളോയിങ് അല്ല, താഴെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത് ഏതാണ്? C ആയിട്ടാണ് അല്ലെ. അതുപോലെ 2 എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത് A ആയിട്ടാണ്. അപ്പൊ 2A, 1
1C 2A. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, 1C 2A 3B എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്തോളൂ. വളരെ 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 ട്രിക്കി ടൈപ്പിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ പ്രൊപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. പ്ലം പുഡിംഗ് മോഡൽ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. വൈ? ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ആറ്റം ന്യൂട്രൽ ആണെന്ന് പറയാൻ കാരണം എന്താണ്? പല തവണ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റം ന്യൂട്രൽ ആണെന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ പ്ലം പുഡിംഗ് മോഡലിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ അത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അത് ഓർത്തു വെക്കണം, ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ, യെസ്, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആറ്റത്തിനകത്ത് ഇങ്ങനെ എംബെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി, അതിന്റെ തിയറി കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഇതാണ്, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, ശ്രദ്ധിക്കണം നിങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻ ദ സ്ഫിയർ വിൽ ബി ഈക്വൽ. അതായത് 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ഒരു ആറ്റത്തിനകത്ത് 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 5 നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്തു പോകും? പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ 5 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 5 നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ്സ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ്സ് വിൽ ബി ദർ. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആറ്റം എന്തായിരിക്കും? ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പരീക്ഷയുടെ ആ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ തൽക്കാലം പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു, അത്രേ പറയാനുള്ളൂ. നന്നായി പഠിക്കടാ. പരീക്ഷ 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യലാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്.